നമ്മൾ കുറച്ച് പാവലും പടവലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഈ കുമ്പളം കുറച്ച് അല്ലാതെ തന്നെത്താൻ കയറി പടർന്നു വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇട്ട് കിടന്നിട്ട്. ഇത്തവണ അത് വലുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് നമ്മൾ പാവലൊരു കരുവാകുമ്പം തന്നെ അതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ ബ്രാഞ്ചസ് ഒന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വളർച്ചയും കുറവാണ്. കാരണം ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിന് ഇച്ചിരി കാലം വളർച്ച കുറവുണ്ടായിരുന്നു. നമുക്ക് ബ്രാഞ്ചസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ. നമ്മൾ പാവൽ വരുമ്പോഴേ ഇതിൻ്റെ മെയിൻ ബ്രാഞ്ചസ് മേളിലോട്ട് വിട്ടുകൊണ്ട് ഈ താഴെയുള്ള സൈഡ് ബ്രാഞ്ച് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വിളവ് കിട്ടത്തുള്ളൂ. ഇതൊന്നും വേണ്ടതല്ല. ഇതൊക്കെ അങ്ങ് വളർന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചസ് ഇത് നേരെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളേ. അപ്പം എന്താ ഈ താഴെ നിൽക്കുന്ന ഈ ഇലകൾ നമ്മൾ കുറേ കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് കീടങ്ങളൊന്നും കയറത്തില്ല. അപ്പോൾ ഇതേപോലെ ഇതെല്ലാം അതേപോലെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കയറുന്ന ഈ ബ്രാഞ്ചസിന് ഇവിടെ നിന്നൊക്കെ പടരുന്നതിനകത്ത് വലിയ കുഴപ്പമില്ല. അതായത് ഉണ്ട് ഇപ്പം കുഞ്ഞ് കായൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കാ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട്. പക്ഷേ ഇതിൻ്റെ ബ്രാഞ്ച് ഒന്നും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ താമസിച്ച് പോയി. അതൊരു പ്രശ്നമായത്. ഇതെല്ലാം താഴെ സൈഡ് ബ്രാഞ്ചസ് എല്ലാം പൊട്ടിതാ ഒരുപാടെണ്ണം ഉണ്ടോ. ഇതേപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതായിരുന്നു. നമ്മൾ മെയിൻ ബ്രാഞ്ചസ് മാത്രം മേളോട്ട് വിട്ടാൽ മതി പാവലിന്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നമ്മൾ അടിയിൽ നിന്നുള്ള ഭാഗത്തു നിന്ന് വരുന്ന കീടാണുക്കളൊന്നും മണ്ണിൽ നിന്ന് മേളിലോട്ട് കയറത്തില്ല. അപ്പോൾ ഇതൊരു വലിയ ആരോഗ്യമില്ലാത്ത രീതിയിലാണ് ചെടി നിൽക്കുന്നത്. കാരണം ഈ ഷീറ്റ് ആയതുകൊണ്ട് മഴ പെയ്ത് മണ്ണും വളവും കൂടെ തറഞ്ഞു പോയി. സാധാരണ നമ്മൾ മൾച്ചിങ് ഷീറ്റായിരുന്നു ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ പട്ടിയുടെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷീറ്റായി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റ് ഈ മഴ സമയത്ത് അത്ര നല്ലതല്ല. ചൂട് സമയത്ത് പിന്നെയും കുഴപ്പമില്ല. മഴ സമയത്ത് ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. ഈ ഷീറ്റിനകത്ത് ചെയ്യണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. മറ്റേ മൾച്ചിങ് ഷീറ്റ് തന്നെ മതിയായിരുന്നു. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് വിളവ് കിട്ടിയേനെ. എന്നാ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഈ എടുക്കുന്ന സാധനങ്ങൾ നമ്മളിനി വളമാക്കാൻ പോവാണ്. ഈ എടുക്കുന്ന ഈ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് എല്ലാം നമ്മൾ ഇനി വളമാക്കിയെടുക്കും. നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലത് പച്ചില വളവും പിണ്ണാക്ക് വളങ്ങളുമാണ്. അതിന് കൂടുതൽ നന്നായിട്ട് വളർച്ച കിട്ടുന്നത് ജൈവവളങ്ങളായിരിക്കും. കൂടുതലായിട്ട് നമ്മളിങ്ങനെ പിണ്ണാക്ക് വളങ്ങൾ കലക്കി ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഇതിന് വളർച്ച കിട്ടുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം നന്നായിട്ട് കാ പിടിക്കാൻ തുടങ്ങും. ഞാൻ കുറച്ച് പിണ്ണാക്ക് വെള്ളം കലക്കിയതൊക്കെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുണ്ടോ ഇതിനകത്തെല്ലാം ഇതേപോലെ സൈഡ് കയറിയിട്ടുണ്ട് ഒരുപാട്. നമ്മൾ ഒട്ടും അനുവദിക്കരുതായിരുന്നു അങ്ങനെ കയറിപ്പോവാൻ. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മളിപ്പോൾ മറ്റേ കുക്കുംബർ വിളവെടുക്കുന്ന കുക്കുംബറിൻ്റെ കൂടെ തന്നെ നട്ടതാണ്. പക്ഷേ ഇത് ഭയങ്കര സ്ലോ ആയിരുന്നു ഇതിൻ്റെ വളർച്ച. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് തന്നെ ആയിരുന്നു. കുക്കുംബർ നമ്മൾ ഇട്ടിരിക്കുന്ന മൾച്ചിങ് ഷീറ്റിലായതുകൊണ്ട് അത് കറക്റ്റ് 35-40 ദിവസം ആയപ്പോൾ തന്നെ അതിനകത്ത് കാ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നട്ടത്. അതിനകത്ത് വിളവെടുപ്പ് തുടങ്ങിയിട്ട് പോലും അതായത് പൂത്ത് ചെറിയ കുഞ്ഞു കാകളൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക്. അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിപ്പം അതേപോലെ പിച്ചേണ്ട സമയമായിരുന്നു. നമ്മളിതിൻ്റെ സൈഡെല്ലാം നല്ല വൃത്തിയാക്കി കൊടുക്കണം. ഇത് കണ്ടത് പിന്നെ എന്തൊക്കെയോ ഇതിനകത്ത് വേണ്ട ചെറിയ പൊട്ട് പോലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിന് മേളിലോട്ട് അത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ താഴെ ഭാഗത്തു നിന്നാണ് കൂടുതലും അസുഖങ്ങൾ മേലോട്ട് വരുന്നത്.
അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. മഴ സമയത്ത് പാവൽ കൃഷി നല്ലതാണ്. ചൂട് സമയത്തേ ഉള്ളൂ ഹൈബ്രിഡ് ആണെങ്കിൽ ഭയങ്കര പാടായിരുന്നു കാപിടുത്തത്തിനൊക്കെ. ഇപ്പം നല്ല സമയമാണ് പാവലൊക്കെ നടാനും വിളവൊക്കെ കിട്ടാനൊക്കെ നല്ല സമയമാണ് ഇപ്പോഴും. ഇതുപോലെ ഒറ്റ വള്ളിയായിട്ട് പോയിട്ട് മേളിൽ പോയിട്ടാണ് ഈ പടർന്ന് വരേണ്ടത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ താഴെ തല കണ്ടാൽ തന്നെ നമുക്കറിയാം താഴേന്ന് മുകളിലോട്ടാണ് എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്ന പടർന്ന് വീഴുന്നത്. അതുണ്ടോ കുഞ്ഞിൻ്റെ കായൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയുന്നുണ്ട് ഈ താഴെ ഭാഗത്തു നിന്നാണ് ഈ കീടങ്ങൾ കൂടുതലുണ്ട് ഈ പാവലിനെ ആക്രമിക്കുന്നത്. ഈ ഇല ആ താഴെ കിടക്കുന്ന ഇലയ്ക്കകത്തു നിന്നാണ് മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊക്കെ അതിനകത്തോട്ട് കയറി വരുന്നു. മുകളിലോട്ട് വരുന്നതോറും അതിന് അതായത് കണ്ട് ഈ ഒരു ആമവണ്ട ഉണ്ടോ ഈ പറക്കുന്ന സാധനം ഇതാണ് ഏറ്റവും വലിയ ശത്രു. അപ്പം അതിനെ ഓടിക്കാനേ നമുക്ക് ഈ ഒരു വേരൻ്റെ ഇല ഉണ്ടല്ലോ അതാണ് അത് വളരെ ഫലപ്രദമാണ്. ഒരു വേരൻ്റെ ഇല നമ്മളിതേപോലെ വെള്ളത്തിനകത്തിട്ട് ഈ ശർക്കരയൊക്കെ ചേർത്ത് വെള്ളത്തിനകത്തിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുത്തതേ ഇല്ല. ആമവണ്ടിന് വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ ഒരുവിധം നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നേരെ തന്നെ നമ്മൾ കയറ്റി വിടണം. ഇപ്പോൾ വെർട്ടിക്കലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആകുമ്പം കുത്തിയിടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ വെർട്ടിക്കലായിട്ടാണ് പാവലിട്ടിരിക്കുന്നത്. ഇത് പന്തലയിലോട്ടൊന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് പാവ പിടിക്കാൻ തുടങ്ങും. ഉണ്ടാവും മഞ്ഞളിപ്പ് ഉണ്ടാവും. നമ്മൾ ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട്. പാവൽ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മിക്കവാറും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യാനറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാമല്ലോ. അതിനുവേണ്ടി ഇപ്പം ഞാൻ പറഞ്ഞത്. ഓക്കേ.